കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സച്ചുവിൻ്റെയും ഫാദിൻ്റെയും ഹെയർ കട്ട് വീഡിയോ, ഹെയർ കെയർ വീഡിയോ ചെയ്യുമോ എന്നുള്ളത് പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മൂന്നാളുടെയും ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ഞാനിതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു കുപ്പി കാസ്റ്റർ ഓയിൽ കേട്ടോ, അതായത് നമ്മുടെ ആവണക്കെണ്ണയാണ് കേട്ടോ. അതൊരു കുപ്പി എടുത്താൽ ആ ഒരു കുപ്പിയുടെ അളവിന് തന്നെ 2 കുപ്പി സാധാ നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ എടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കാസ്റ്റർ ഓയിലിലേക്ക് ഈ 2 കുപ്പി വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് അടപ്പ് വെച്ചിട്ട് ഒന്ന് കുലുക്കിയെടുത്താൽ. അപ്പോൾ ഈ ഒരു ആവണക്കെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് നല്ലൊരു അടിപൊളി എണ്ണയാണ് കേട്ടോ. നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനും തിക്നെസ്സിനും ഒക്കെ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളിയാണ്. കാരണം ഞാനിപ്പോൾ ഇത് കുറച്ചായിട്ടോ യൂസ് ചെയ്യാൻ തുടത്തിയിട്ട്, കുറച്ച് അധികമായി യൂസ് ചെയ്യാൻ തുടത്തിയിട്ട്. അപ്പോൾ എൻ്റെ മുടി നല്ല പോലെ കൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ മുടി ഒന്നായിട്ട് പനങ്കുല പോലെ ഉണ്ടാവുന്നൊന്നും ഞാൻ പറയില്ല. നമ്മുടെ ഉള്ള മുടി കൊഴിയാതെ ആ ഒരു ഇതുപോലെ നിൽക്കും. പിന്നെ മെല്ലെ മെല്ലെ ചെറിയ മുടിയൊക്കെ വളരുന്നുണ്ട്. ഒറ്റയടിക്ക് ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ടൈം എടുത്താണ് ഉണ്ടാവുന്നത്. പിന്നെ ഉള്ള മുടി പോകാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇതുകൊണ്ട് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു വെളിച്ചെണ്ണ കുറച്ച് ലൂസായിട്ടാണല്ലോ, ആവണക്കെണ്ണ നല്ല തിക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തിക്കുള്ള എണ്ണയ്ക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഈ ഒരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ലൂസാകും. പക്ഷെ എന്നിട്ടും കാര്യമില്ല കേട്ടോ. നമ്മൾ തേക്കുന്ന ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് കുറച്ചൊന്ന് ചൂടാക്കുക, അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചിട്ട് ചെറിയ നമ്മുടെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കരുത്. നല്ലപോലെ ചൂടാക്കരുത്, കാരണം അത്ര ചൂടുള്ള എണ്ണ നമ്മളെ തലയിൽ തേക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ലൈറ്റ് ചൂടിൽ ചൂടാക്കിയിട്ട് അത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് വിരലുകൾ കൊണ്ട് ഇങ്ങനെ ആ ഒരു എണ്ണ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ തലയോട്ടിൽ ഇങ്ങനെ വരുതി പിടിപ്പിക്കട്ടെ. ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റ് ഈ ഒരു എണ്ണ നമ്മുടെ തലയിൽ നിൽക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ ആ ഒരു തേച്ച ഉടനെ തന്നെ അപ്പം തന്നെ കഴുകി കളയരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അലക്കാനൊക്കെ നിൽക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ തേച്ച് വെച്ചാൽ അലക്കൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുളിക്കുമ്പോഴേക്കും ഏകദേശം 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം നമ്മുടെ തലയിൽ ഇത് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളത് ഷോർട്സിൻ്റെ ആംഗിളിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ ഒരു രീതിക്ക് കാണുന്നത്. തലയിൽ ഓരോ മുടിൻ്റെ ഇഴകളുടെ ഉള്ളിലൂടെ ഈ വിരലുകൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. എണ്ണയിൽ കൈ ഇങ്ങനെ വിരലിങ്ങനെ മുക്കുക, എന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ ആ ഒരു മുടിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ കിടക്കുമ്പോൾ അത്യാവശ്യം എണ്ണ നല്ലപോലെ തലയിലായിട്ടുണ്ട്. എൻ്റെ ഹെയർ കെയർ എന്ന് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. ഡെയിലി ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ. അധികം ഞാൻ ശനി ഞായറാണ് എനിക്ക് ടൈം കിട്ടലുള്ളത്. ആ ഒരു ദിവസമാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് നല്ലപോലെ എണ്ണ തേച്ച് മസാജ് ചെയ്യാറുള്ളത് കേട്ടോ. അല്ലാത്ത ദിവസവും സാധാ എണ്ണ തേക്കും, പിന്നെ അങ്ങനെ കുളിച്ച് സ്കൂളിൽ പോകും. അങ്ങനെയാണ്, മസാജ് ഒന്നും ചെയ്യാൻ നിൽക്കലില്ല. സച്ചുവിൻ്റെ ഹെയർ കട്ടിൻ്റെ മോഡൽ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മുള്ളറ്റായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മുടിയിൽ. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും ആ ഒരു മോഡൽ വളരാനായിട്ട്. ഇത് ആദ്യത്തെ ഒരു മോഡലാണ് കേട്ടോ, സ്റ്റൈലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു മോഡൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവനക്ക് ഈ ഒരു സ്റ്റൈൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് വേറെ മുള്ളറ്റ് സ്റ്റൈലിലാണ് കേട്ടോ വെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഹെയർ കട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാതിരുന്നത്. കാരണം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റൈലിലല്ല കേട്ടോ അവരുടെ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരുന്നു. രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുടി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ടുപേർക്ക് ഉറക്കം വരും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയാം, ഞങ്ങൾ കടന്നുറങ്ങാൻ ഉറക്കം വരികയാണ് എന്നൊക്കെ പറയട്ടോ. ഈ എണ്ണ തേക്കുന്നതിൻ്റെ ഇടയിലുള്ളൊരു കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇത്. ഞാനിവിടെ ക്യാമറ വെച്ചതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ രണ്ടുപേരും നോർമൽ രീതിയിൽ ഇരിക്കും കേട്ടോ. അപ്പോൾ സച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഉറക്കം വരികയാണെന്ന് പറയുന്നത്. കാരണം ഞാനിങ്ങനെ ഓരോ ഇതിൽ മസാജ് ചെയ്യുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ചും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ തലയിൽ മസാജ് ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് കുറച്ചങ്ങനെ ചെയ്യുമ്പോൾ കൈ കുഴച്ചിൽ വരും കേട്ടോ. നമ്മളെ തലയിൽ തന്നെ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഇതുണ്ടാവില്ലല്ലോ. അങ്ങനെ സച്ചുവിനും പാതിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ തലയിൽ മസാജ് ചെയ്യാനായിട്ട്. അപ്പോൾ അവരാണ് എനിക്ക് ചെയ്തു തരാറുള്ളത് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലാതെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ 2 പേർക്കും വലിയ മടിയും കാര്യങ്ങളൊന്നും. ഇവർക്ക് തേച്ച് കൊടുക്കുന്നത് സാധാ നമ്മുടെ ആട്ടിയ നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ. അല്ലാതെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതോ അല്ലെങ്കിൽ ഞാൻ തേക്കുന്ന പല ഐറ്റംസ് എണ്ണകളോ അതൊന്നും ഞാൻ ഇവർക്ക് യൂസ് ചെയ്യാറില്ല കേട്ടോ. കാരണം നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതന്നെ സ്ഥിരമാക്കണം കേട്ടോ. ഈ ഒരു ആട്ടിയ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ചിട്ട് ഞാൻ എണ്ണയും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ സാധാ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതന്നെ നമ്മൾ സ്ഥിരം കറക്റ്റ് വേണ്ട പോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലപോലെ മുടി ഉണ്ടാവും കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ ധാരാളമാണ്. പക്ഷെ നമ്മൾ ആ ഒരു കറക്റ്റിന് തേച്ചിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ മുടിയിൽ പിടിക്കും, മുടി നല്ലതായി കിട്ടും. +1 +2 പഠിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ ഞാൻ കാച്ചിയ വെളിച്ചെണ്ണയാണ് കേട്ടോ തേച്ചിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ എൻ്റെ അമ്മക്ക് അതന്നെ ആയിരുന്നു കേട്ടോ പണി. എപ്പോഴും എണ്ണ കാച്ചിട്ട് തേച്ച് ഇപ്പോഴും ഇതവിടെ 2-3 കുപ്പി കൊടുന്നത് ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ അതേ അന്നത്തെ പോലെ തേക്കാനുള്ളൊരു ടൈമും കാര്യങ്ങളും കിട്ടില്ല, ഉണ്ടെങ്കിലും മറക്കാറാണ്. കാച്ചിയാണ് തേച്ചാൽ ഒരു പ്രശ്നമാണ് കേട്ടോ. എപ്പോഴും നമ്മളത് തേക്കണം. തേച്ചാൽ നല്ല റിസൾട്ടാണ് കേട്ടോ. പക്ഷെ നമ്മളത് കണ്ടിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ല മുടിയും കൂടെ പോകും. അപ്പോൾ ഇനി വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ 3 ആളുടെയും ഹെയർ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ലൈക്ക് സബ്സ്ക്രൈബ് മറക്കല്ലേ.